ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അലി ഫിലിപ്പ് മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്രകാരം എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അലി മുഹമ്മദ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടാനായിട്ട് എനിക്കിടയായി തീർന്നത്. 1986 കർത്താവായ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീർന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോഴ് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നുപോയി. തുടർന്ന് രണ്ടാനമ്മയുടെ ആഗമനം, പിന്നീട് ജീവിതം എന്ന് പറയുന്ന വളരെ കൈപ്പേറിയത് അനുഭവങ്ങളായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു രണ്ടാനമ്മയുടെ ഏക ലക്ഷ്യം. അതിന് കിട്ടുന്നതായ സമയങ്ങളെല്ലാം തന്നെ അവര് തക്കത്തിൽ ഉപയോഗിച്ചു. എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുമാൻ ആയിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കൂടുതൽ ദേഷ്യപ്പെടുന്ന വ്യക്തിയും മുൻകോപിയൊക്കെ ആയിരുന്നു. രണ്ടാനമ്മ എന്ത് പറയുന്നു അത് മാത്രമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ. എൻ്റെ ഉമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കള്. ഒന്ന് എൻ്റെ നേരെ താഴെയുള്ളതാണ്. ഉമ്മ മരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ അത് അമ്മാവന്മാര് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നീട് പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ച് അയച്ചതെല്ലാം തന്നെ അവരായിരുന്നു. ഞാൻ ആ പിതാവിൻ്റെ ഭവനത്തില് പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയത്. ചെറിയ പീഡനങ്ങളൊന്നുമല്ല, അത്രമാത്രം വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതൊക്കെ ആയിട്ട് വന്നു. പീഡനം സഹിക്കാതെ ആയപ്പോൾ, വളരെ ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, അലി, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ സഹിക്കാനായിട്ടുള്ള നല്ല മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനോട് ചോദിച്ചു, എന്താണ് ആ മരുന്ന്? അവരെന്നോട് പറഞ്ഞു, നിനക്ക് പീഡനങ്ങൾ ലഭിക്കും, പിതാവ് നിന്നെ മർദ്ദിക്കും, ആ ദിവസം അല്പം പോയി മദ്യപിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം ലഭിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദ്യം നമ്മൾ കഴിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ 1-2 പേര് പറഞ്ഞു, അങ്ങനെ തെറ്റൊന്നുമില്ല. നമ്മുടെ പ്രവാചകൻ പോലും പലപ്പോഴും മദ്യം ഉപയോഗിച്ചിരുന്നതായ കാര്യം ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അവരെന്നോട് പറയുകയും, അത് പ്രകാരം പിന്നീട് പീഡനങ്ങൾ വീട്ടിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലായ ദിവസങ്ങളിൽ മദ്യഷാപ്പിൽ പോയി അല്പം മദ്യം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്യും. എന്നാൽ രാത്രിയെല്ലാം കടയടച്ച് എൻ്റെ പിതാവ് വീട്ടിൽ വരുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും, സുബോധം ഉണ്ടാകില്ല എനിക്ക്. എന്നെ വലിച്ചിട്ട് നല്ലവണ്ണം അവിടുന്ന് അടിക്കും. രാവിലെ ആയിരിക്കും ശരീരമെല്ലാം പൊട്ടി രക്തമെല്ലാം ഉണങ്ങി കാണപ്പെടുന്നത്. അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ചെറുപ്രായം എന്ന് പറയുന്നത്. വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ വീട് വിട്ട് യാത്രയായി. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെയാണ് ആദ്യമായിട്ട് പോയത്. ഒരു ഹോട്ടൽ കയറി ജോലി അന്വേഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പിതാവില്ല, മാതാവില്ല, ബന്ധുക്കളാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അനാഥനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ജോലി തന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഇന്നിടത്തുണ്ട്. അങ്ങനെ പിതാവോടെ തിരഞ്ഞ് അന്വേഷിച്ചിട്ട് വന്നു. കൊണ്ടുപോയി കുറച്ചു ദിവസം പിന്നീട്
വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുമ്പോട്ട് പോയി. അധികം താമസിയാതെ തന്നെ വീണ്ടും മർദ്ദനം തുടങ്ങി. വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റാത്തതായ അവസ്ഥയിൽ വീട് വിട്ട് യാത്രയാകുകയാണ്. കുറച്ച് പൈസ ഒക്കെ സ്വരൂപിച്ച് ചെന്നെത്തിയത് ബോംബെയിലായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി കിട്ടി. ചില വർഷങ്ങൾ കഴിഞ്ഞു. വളരെ കഷ്ടപ്പാടിലൂടെയാണ് ബോംബെയിൽ ജീവിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കമ്പനിയിൽ തന്നെ ഓപ്പറേറ്ററായിട്ട് കിട്ടി. ഓപ്പറേറ്ററായിട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആദ്യം 10 രൂപ മാത്രമേ എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ ഹെൽപ്പറായിട്ട്. ഈ 10 രൂപ കൊണ്ട് 2 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ബസ്സിന് വേണം. 8 രൂപ കൊണ്ട് ചെലവ്, റൂം വാടക, മറ്റെല്ലാം തന്നെ കൊടുക്കണമായിരുന്നു. അത്രമാത്രം ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു മുമ്പോട്ട് പോയത്. എന്നാൽ ജോലിയിൽ പ്രൊമോഷൻ ആയപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിന്ത വന്നത്, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സമാധാനിപ്പിക്കാൻ ആരുമില്ല എന്നുള്ള ആ ചിന്ത എന്നെ കൂടുതൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ മദ്യപാനത്തിലേക്ക് ചാഞ്ഞു. നല്ലവണ്ണം മദ്യം കുടിക്കും, പോക്കറ്റ് മണി, അതുപോലെ മറ്റെല്ലാം തന്നെ കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യം ക്യാഷ് ഉണ്ടായിരുന്നു കയ്യിൽ. നല്ലവണ്ണം കുടിച്ച് കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമായി എന്നുള്ളതാണ്. ഒരു രാത്രി നല്ലവണ്ണം മദ്യപിച്ചു. അന്ന് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകണമായിരുന്നു. മദ്യപിച്ച് സുബോധമില്ലാതെ രാവിലെ 11 മണിക്കാണ് എഴുന്നേറ്റത്. നേരെ കമ്പനിയിലെത്തിയപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, മാനേജരെ കണ്ടിട്ടേ ജോലിയിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാനേജറെ ക്യാബിനിൽ ചെന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു എന്നോട്, കഴിഞ്ഞ രാത്രി നല്ല മദ്യപിച്ചല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ സാറേ, മദ്യപിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം സെൽഫ് എടുത്ത് തുറന്ന് ഒരു കവർ എനിക്ക് തന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ എന്ന്. തുറന്ന് വായിക്കാൻ പറഞ്ഞു. തുറന്ന് വായിച്ചപ്പോൾ എന്നെ കമ്പനിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ ലെറ്റർ ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ അദ്ദേഹത്തോട് പലതും പറഞ്ഞു, പക്ഷെ അത് അംഗീകരിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരാഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് എന്നെ തിരിച്ചെടുക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ചില മാസങ്ങൾ കഴിഞ്ഞു, പക്ഷെ തിരിച്ചെടുക്കുന്ന യാതൊരു ലക്ഷണം കണ്ടില്ല. അപ്പോഴേക്കിന് കയ്യിലുള്ളതായ പൈസ തീർന്നു. ഇവിടുന്നൊക്കെ കിട്ടുന്നിടത്തുനിന്നൊക്കെ പൈസ കടം വാങ്ങി പല കമ്പനിയിലും ജോലി അന്വേഷിച്ചു. അവിടെ ഒന്നും കിട്ടിയില്ല. എവിടെയാ ജോലി ചെയ്തത്? ഇന്നടുത്താണ്. അവിടെ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ ജോലി ചെയ്യയില്ല, മദ്യപിച്ച് സമയം കളയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആരും ജോലി ചെയ്യില്ല. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. എൻ്റെ ഉമ്മയുടെ കുടുംബം എന്നെ പല മുസ്ലിം പുണ്യസ്ഥലങ്ങളിലും കൊണ്ടുപോയി. നേർച്ചകളും കാഴ്ചകളും പുണ്യവും പുണ്യപ്രവൃത്തികളും നോമ്പും എല്ലാം എടുത്ത് എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധമായ മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അവസാനം എൻ്റെ ഉമ്മയുടെ തീരുമാനപ്രകാരം ഹജ്ജിന് പോകാൻ തീരുമാനമെടുത്തു. ഹജ്ജിന് പോയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നായിരുന്നു. അവിടെ പോയാൽ മദ്യം കിട്ടുകയില്ല, അപ്പൊ അതുകൊണ്ട് അവിടെ പോയാൽ നല്ലതാണ്, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, എനിക്ക് നന്നാകണം എന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിസ വന്നു എന്ന് മാത്രമല്ല, വിസയിൽ എനിക്ക് പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി.
അങ്ങനെ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മാനസികമായി തകർന്ന് മുമ്പോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ബൈബിളിൽ വാക്യമുണ്ട്, മുമ്പും പിമ്പും എന്നെ അടച്ചു. ഇതുപോലെ മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റാത്തതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാം, ഇനി ജീവിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്. എങ്ങനെ ആത്മഹത്യ ചെയ്യണം? മദ്യത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യണമോ? ട്രെയിനിന്റെ മുമ്പിൽ ചാടണമോ? കെട്ടിത്തൂങ്ങി മരിക്കണമോ എന്ന കൺഫ്യൂഷനിൽ ദിവസങ്ങളോളം മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബൈബിളും ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബുക്ക് എൻ്റെ കയ്യിൽ ഒരാൾ കൊണ്ടുതരുന്നത്. അന്നൊക്കെ വാസ്തവത്തില് ക്രിസ്ത്യാനികളോടൊക്കെ കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ പ്രത്യേക കാരണം ക്രിസ്ത്യാനികള് ബൈബിള് തിരുത്തി, ക്രിസ്ത്യാനികളെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒറിജിനൽ ബൈബിൾ അല്ല, തിരുത്തപ്പെട്ട ബൈബിളാണ്. യേശുവിനെ അവര് ദൈവമാക്കി കൊണ്ടു നടക്കുന്നു. യേശു കേവലം ഒരു പ്രവാചകനാണ്. ഈശാ നബി ക്രൂശിൽ മരിച്ചിട്ടില്ല, മരിക്കാതെ സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ളതായ ചില കാര്യങ്ങൾ. 3 ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. പിതാവ് ഒരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം. അങ്ങനെ ക്രിസ്ത്യാനികളെല്ലാം 3 ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് എന്ന ചെറുപ്രായത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളോട് എനിക്ക് വാസ്തവത്തിൽ വലിയ ദേഷ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്ന ഈ പുതിയ നിയമവും മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ആ പുസ്തകം വാസ്തവത്തിൽ ഞാനത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അദ്ദേഹം പേടിച്ച് അദ്ദേഹം തിരിച്ചുപോയി എന്നോട് പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ വലിച്ചെറിഞ്ഞ പുസ്തകം അവിടെ കിടക്കുകയാണ്. ആ പുസ്തകം ഞാൻ പോയി എടുത്തു. ചെറിയൊരു പുസ്തകം ആയതുകൊണ്ട് ഇതായിരുന്നു ആ പുസ്തകം. ഇത് പിന്നീട് ഞാൻ കുറച്ച് പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പുസ്തകം എടുത്ത് അത് തുറന്നപ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയം പോലെയുള്ളതായ ഹൃദയമാണ് അതിനകത്ത് കണ്ടത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കുറെ മൃഗങ്ങള്, ആ മൃഗങ്ങൾക്കൊക്കെ പല സ്വഭാവങ്ങള്. കോപമുണ്ട്, മദ്യപാനമുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ സ്വഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ഹൃദയമാണ് മനുഷ്യനുള്ളത്. ആ മനുഷ്യന് വാസ്തവ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആ അനുഭവത്തിലാണ് ആ മനുഷ്യനായിരിക്കുന്നത്. ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എന്നോട് ചോദിക്കുക, ഇതിനേക്കാളും വലിയ തെറ്റുകൾ നീ ചെയ്തിട്ടില്ലേ? ഇന്ന് നീ മരിച്ചാൽ നീ എവിടെയായിരിക്കും പോകുക എന്നുള്ള ആ ചോദ്യം വാസ്തവത്തില് എന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചു തീർന്നു. അങ്ങനെ പുതിയ നിയമം വായിക്കാനായിട്ട് എനിക്ക് ഇടയായി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തില് എത്തിയപ്പോഴേ ഒറ്റ ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇതുവരെയും ഇല്ലാത്ത ഒരു ചോദ്യമായിരുന്നു അത്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇതുവരെ ആശ്വാസം എന്താണെന്നോ സമാധാനം എന്താണെന്നോ വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 5 പ്രാവശ്യം സാധാരണ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനൂ, മുഹമ്മദ് നബിക്ക് ശാന്തിയും സമാധാനം ലഭിക്കട്ടെ എന്ന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞങ്ങളെല്ലാം മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഇതിനെനിക്കൊരു ഉത്തരം കിട്ടിയില്ല.
പക്ഷേ ഈ ഉത്തരം തരുന്നത് യേശു കർത്താവാണ്. ഈ ബൈബിളിൽ പറയുന്നു, എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, എന്നിൽ നിന്ന് പഠിക്കുക, നീ ആശ്വാസം കണ്ടെത്തും. ഈ ഒരു ചോദ്യം വളരെ ചിന്തിച്ച് തുടർന്ന് ബൈബിള് വായിക്കാനായിട്ട് എനിക്കിടയായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോൾ വീണ്ടും എന്നോട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുകയാണ്. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് നിനക്ക് സമാധാനം തരാനായിട്ട് കഴിയില്ല, മദ്യത്തിന് സമാധാനം തരാനായിട്ട് കഴിയില്ല, നിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയില്ല. പരിഹാരം നൽകാൻ കഴിയുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് എന്നോട് തന്നെ ആരോ പറയുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്. മറ്റൊരുവനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അപ്പോൾ തന്നെ യേശു കർത്താവ് പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് വരാനായിട്ട് സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെന്തോ പ്രത്യേകതയുണ്ട് ഈ ബൈബിളിൽ. ഞാൻ ചെറുപ്രായത്തിൽ മദ്രസയിൽ പഠിച്ച എന്നെ പഠിപ്പിച്ച ആ ഗ്രന്ഥമായിട്ടല്ല എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. മനുഷ്യന് നിത്യജീവൻ നൽകുന്ന കാര്യങ്ങളാണ് കൂടുതൽ അതിലുള്ളത് എന്നുള്ള ആ ബോധ്യം എനിക്കത് വായിക്കും തോറും എനിക്ക് ലഭിക്കാനായിട്ടിടയായത്. ഒരു പ്രാവശ്യം പുതിയ നിയമം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി എനിക്ക്, ഇതിലെന്തോ പ്രത്യേകതയുണ്ട്. അത് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചെറുപ്പത്തിലെ ഖുർആനിൽ പഠിച്ച കാര്യങ്ങളല്ല ഇതിനകത്തുള്ളത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, മരിച്ചവരെ ഉയർത്തി, അനേക രോഗികൾക്ക് സൗഖ്യം നൽകി, പിശാച് ബാധിച്ച വ്യക്തികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പലവിധമായ സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിൽ എൻ്റെ ഉമ്മ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ സ്വസ്ഥത എന്താണെന്നോ സമാധാനം എന്താണെന്നോ ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റം തന്നാൽ, ഇതെല്ലാം സത്യമാണെന്ന ബോധ്യം എനിക്ക് കിട്ടിയാൽ, ഞാൻ ഈ കർത്താവിനെ എൻ്റെ രക്ഷകനായും കർത്താവായി സ്വീകരിക്കാമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് നേരിട്ട് പറഞ്ഞു. അങ്ങനെ അതോടുകൂടെ എൻ്റെ ജീവിതത്തിൽ സമാധാനം കടന്നു വരാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ അന്ന് വൈകിട്ട് മദ്യഷാപ്പ് പോയി മദ്യം വാങ്ങി ടേബിളിൽ വെച്ചു. കുടിക്കാനായിട്ട് പറ്റുന്നില്ല. പല പ്രാവശ്യം എടുത്തു കുടിക്കാനായിട്ട്. ആ സമയത്ത് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരാനായിട്ട് തുടങ്ങി. ഞാൻ ആ മദ്യം അവിടെ തന്നെ വെച്ചു, തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഒരു സിഗരറ്റ് എടുത്തു, ചുണ്ടിൽ വെച്ചു. പല പ്രാവശ്യം തീപ്പെട്ടി കത്തിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത് കത്തുന്നില്ല. ഞാൻ അറിയാതെ തന്നെ തീപ്പെട്ടിയും ഒരു ഭാഗത്ത്, ഒരു പാക്കറ്റ് സിഗരറ്റും ചുരുട്ടി മടക്കി രണ്ട് ഭാഗത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അവന്റെ മനസ്സിലിങ്ങനെ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്, ഇനി മുതൽ നിനക്ക് ഈ മദ്യത്തിന്റെ ആവശ്യമില്ല, സിഗരറ്റിന്റെ ആവശ്യമില്ല, നിനക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ട് ഇതില്ലെന്നും, നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നിനക്കൊരു വിടുതൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായ വാക്കുകൾ എനിക്ക് ലഭിച്ചു. അടുത്ത ദിവസം ഞാനിങ്ങനെ സാധാരണ കോഴിക്കോട് കടപ്പുറം പോകാറുണ്ട്. വൈകുന്നേരം ഒരു 3 മണി 4 മണി ആയ സമയത്ത് കോഴിക്കോട് കടപ്പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ റോട്ടിലൂടെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചില് ഒരു കൺവെൻഷൻ നടക്കൂ. പ്രസംഗിക്കുന്നത് ഡോക്ടർ മുരളി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, മുരളി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു ആണല്ലോ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തീയ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്? ഇപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ്, 6:30 ടൈം പറഞ്ഞിരിക്കുന്നതിനകത്ത്.
സമയം കുറേ ഉണ്ട്, ഏതായാലും കടപ്പുറമൊക്കെ പോയി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാം, ഇയാളെ പറയുന്നത് എന്താണെന്ന് കേൾക്കാം എന്ന് വിചാരിച്ച് തിരിച്ചു നേരെ പോയി. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ തിരിച്ചു വന്ന് ഇരിക്കാനോ കസേരയൊക്കെ ഇട്ടിരുന്നു. കസേരയിൽ സ്ഥലം പിടിച്ചു. പാട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ ആ വ്യക്തി പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് വാസ്തവത്തിൽ എന്നോടാണോ എന്നൊക്കെ ഇങ്ങനെ ആ ചിന്ത എന്നെ മനസ്സിൽ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. എന്നെങ്ങനെ അദ്ദേഹത്തിന് അറിയാം? ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പിന്നെ എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു എന്നുള്ള ചിന്ത എന്നെങ്ങനെ ഭരിക്കാൻ തുടങ്ങി. ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞ മരണമാണ്. ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും പോകുക? നരകത്തിലായിരിക്കുമോ സ്വർഗത്തിലായിരിക്കുമോ എന്നൊക്കെ ഉള്ളതായ കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞ് ഓരോരുത്തരെ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. എല്ലാവരും തീരട്ടെ, എല്ലാവരും പോകട്ടെ എന്നതിന് ശേഷം അദ്ദേഹത്തെ പോയി പരിചയപ്പെടാം, എന്നെക്കുറിച്ച് എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയതെന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നടുത്തുനിന്നാണ് വരുന്നത്, താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് ബോർഡ് കണ്ടത് കൊണ്ടാണ് ഇവിടെ കയറിയിരുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അവിടുത്തെ പാസ് കടന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു 3 ദിവസ കൺവെൻഷൻ എന്നിടത്താണ് ആരംഭം. പഠിക്കണമെങ്കിൽ, കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ 3 ദിവസം താമസിക്കാം. ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തി വസ്ത്രമൊക്കെ എടുത്ത് തിരിച്ചു വന്നു. 3 ദിവസം അവിടെ താമസിക്കുകയും പകലുള്ള ക്ലാസ്സും അതിൻ്റെ പുറമെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പാപിയാണ് എന്നെനിക്കൊരു ബോധ്യമുണ്ടായി. ഞാൻ എൻ്റെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. റോമാലേഖനം 10-ാം അധ്യായ പ്രകാരം യേശുവാണ് കർത്താവ്. യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം എനിക്കിടയായി തീർന്നതോടുകൂടെ തന്നെ ഒരു പൂർണ്ണമായ ഒരു വിടുതല്, ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അന്ന് വരെ ഉണ്ടാകാത്ത ഒരു പ്രത്യേക അനുഭവം, എൻ്റെ പാപങ്ങൾക്ക് പൂർണ്ണമായൊരു മോചനം കിട്ടി. പാപം ഇരുന്ന സ്ഥലത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരികയും എന്നെ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ അനുഭവമാണ് എനിക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5:17 പറയുന്നത് പ്രകാരം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഒരു പുതിയ അനുഭവം എനിക്കുണ്ടാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഭവനത്തിൽ തിരിച്ചുപോയി. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടായി എന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം അറിഞ്ഞു. അങ്ങനെ അന്നൊക്കെ ചർച്ചുകളിൽ പോകുമായിരുന്നു. ചർച്ചിൽ പോയാൽ ഭയത്തോടു കൂടിയാണ് പോയിരുന്നതെല്ലാം. കാരണം എൻ്റെ ഒരു വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് KK അലവി അച്ഛനാണ്. ചെറുപ്രായത്തില് അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാല് അടിച്ച് ഒടിച്ച് കാന്താരി മുളക് ചെറുപ്രായത്തില് അദ്ദേഹത്തിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ വീട്ടുകാര് തേച്ചത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുകയില്ല. അപ്പൊ എൻ്റെ വല്യമ്മായിരുന്നു അദ്ദേഹത്തിന് ചോറ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരുന്നു. ഈ ചങ്ങല രണ്ടും കൂടെ പൊക്കിയിട്ട് ഞങ്ങള് ഒരു കുന്നാണ്, ചെറിയൊരു കുന്നാണ്, ഒരു കാല് അടിച്ചു ഒടിച്ചത് കൊണ്ട്
അദ്ദേഹത്തിന് നടക്കാൻ വയ്യ. അപ്പൊ ഒരു കാലിൽ ചാടി ഈ ചങ്ങലയുണ്ട്, ഈ ചങ്ങല കിലുങ്ങി ഇങ്ങനെ വരും, ഇറങ്ങി വരുമ്പോ. അപ്പൊ ഞാനും എൻ്റെ പങ്ങളും കൂടെ കട്ടിലിന്റെ ചോട്ടിലോട്ട് ഒളിക്കുമായിരുന്നു, പേടിച്ച്. കാരണം അന്നൊന്നും അറിയില്ല എന്തിനാണ് ചങ്ങലക്കിടുന്നത് ചോദിച്ചാൽ ഭ്രാന്തന്മാരല്ലേ ചങ്ങലക്കിടുന്നത്. അപ്പൊ KK അലവിക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഭയത്തിലാണ് ഞാനും എൻ്റെ പങ്ങളും കൂടെ ഈ കട്ടിലിന്റെ ചോട്ടിലേക്ക് പോയി ഒളിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അലവി പോട്ടെ, എത്രയും പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം, എൻ്റെ ഉമ്മ ചായ എല്ലാം കൊടുത്ത് അതിന് ശേഷമേ അദ്ദേഹം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുള്ളൂ. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനിയായി തീർന്നാൽ എനിക്ക് കിട്ടുന്നതായ ഭീകരമായ പീഡനം എത്രമാത്രം ഉണ്ടാകുന്നു ഭയന്നാണ് നേരെ ഒരു ബസ്സിന് കയറുകയില്ല. ഒരു ബസ്സുണ്ട്, 3-4 ബസ് കയറും. വീട്ടിൽ നിന്ന് മലപ്പുറത്തേക്കൊന്ന് കയറും, അത് കഴിഞ്ഞ് കുണ്ടോട്ടിൽ നിന്ന് ഇറങ്ങും, കുണ്ടോട്ടിൽ നിന്ന് വേറെ ബസ് കയറി രാമനാട്ടുകര ഇറങ്ങും, രാമനാട്ടുകരയിൽ നിന്ന് വേറൊരു ബസ് കയറി വേറെ സ്ഥലത്ത് ഇറങ്ങും. അങ്ങനെ 4-5 ബസ് കയറിയാണ്. അതും ഒരു ചർച്ചിൽ പോകില്ല. ഒരു ചർച്ചിൽ ഒരു ആഴ്ച പോയാൽ അടുത്ത ആഴ്ച വേറെ ചർച്ചിലാണ് പോകുന്നത്. എന്നെ ആരും കണ്ടുപിടിക്കരുത് എന്നൊക്കെ ഉള്ളതായ ചിന്തയിൽ അധികം താമസിയാതെ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. KK അലവി ക്രിസ്ത്യാനി ആയതുപോലെ അലിയും ക്രിസ്ത്യാനിയായി. ക്രിസ്തീയ പള്ളിയിലാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് മുളയിൽ തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം. ഹദീസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാമിനെ, ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നതിനെ വധിക്കണം, വധിക്കുന്നവന് സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ഭയം, അത് അറിഞ്ഞപ്പോൾ ഞാൻ വീട് വിട്ടു. വേറെ പല സ്ഥലങ്ങളിലും താമസിക്കാനായിട്ട് എനിക്കിടയായി. വാസ്തവത്തില് ബസ് സ്റ്റാൻഡിൽ കിടന്ന ദിവസങ്ങളുണ്ട്, കടയുടെ തിണ്ണയിൽ കിടന്ന ദിവസങ്ങളുണ്ട്, പലയിടങ്ങളിലും കിടന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ പാസ്റ്റർ എനിക്ക് ഒരു സ്ഥലം ഒരുക്കി തന്നു. കുറച്ചു കാലം അവിടെ താമസിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മറന്നു കാണും എന്നൊക്കെ വിചാരിച്ചു. വീട്ടിൽ ചെന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. എന്നെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കേട്ട് എൻ്റെ കൂട്ടുകാരാദ്യം വന്നു. എൻ്റെ കൂട്ടുകാർ വന്നു, നീ ക്രിസ്ത്യാനിയായി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് മുല്ലാക്ക എന്നെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, അലി ക്രിസ്ത്യാനിയായിട്ടുണ്ട്, ഇനി ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ മുഹമ്മദ് നബിയെ കുറിച്ചൊക്കെ വേണ്ടാത്ത രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കും, അതുകൊണ്ട് അദ്ദേഹത്തെ മുളയും തെല്ലെ നുള്ളണമെന്നുള്ള ആ കാര്യങ്ങളോടെ പ്രസംഗിച്ചു. അന്ന് വൈകിട്ട് മല്ലാക്ക വീട്ടിലെത്തി. മല്ലാക്ക വീട്ടിലെത്തിയിട്ട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായി എന്നാണ് നിന്നെ കുറിച്ച് അറിവ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോ മദ്യപിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോടുകൂടെ എൻ്റെ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നൊക്കെയും എനിക്ക് വിടുതൽ കിട്ടി എന്ന് പറഞ്ഞതുകൂടെ ഒരൊറ്റ അടിയായിരുന്നു അദ്ദേഹം. ഒറ്റ അടിയോടുകൂടെ വാസ്തവത്തിൽ എനിക്ക് ദേഷ്യം വന്നു. അടിക്കാനായിട്ട് ഞാൻ കയ്യും ഉയർത്തിയപ്പോൾ മുമ്പ് ബൈബിളിൽ വായിച്ചൊരു വാക്യമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയാൻ എന്നുള്ളൊരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ അടിക്കാനായിട്ട് ഉയർത്തിയ കൈ ഞാൻ നേരെ താഴെ ഇട്ടു. ഞാൻ മൗനമായി നിന്നു. അദ്ദേഹം എന്നെ കുറെ ശപിച്ച് കടന്നുപോയി. എന്നെ കുറ്റി കുറെ കുറ്റം പറഞ്ഞു, എൻ്റെ ഉമ്മയെക്കുറിച്ച് കുറെ അപവാദങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം കടന്നുപോയി. അപ്പോൾ തന്നെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അന്ന് അടുത്ത ദിവസം തന്നെ എൻ്റെ 2 അമ്മാവന്മാർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയ എന്നാണ് അറിയുന്നത്, എന്താ ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു അമ്മാവനോട് ചോദിച്ചു, ഞാൻ ഇത്രയും മദ്യപിച്ച് റോഡിലും അവിടെ ഇവിടെയൊക്കെ കിടന്നിരുന്നല്ലോ, അന്ന് നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനോ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്
എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് ചോദിച്ച് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരികയോ എന്നെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ഇത് സ്വഭാവങ്ങളിൽ പെടുന്നില്ല, ഇപ്പോഴാണോ നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാനുള്ള സമയം കിട്ടിയത് എന്ന് ചോദിച്ചോടുകൂടെ ഒരമ്മാവനോട് മറ്റൊരു അമ്മാവനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പുറത്തൊരു അമ്മാവ് ഒരൊറ്റ ചവിട്ടായിരുന്നു ഈ ഭാഗത്ത്. കിട്ടിയോടെ അപ്പം തന്നെ ഞാൻ വീണു. ശ്വാസം കിട്ടുന്നില്ല. കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോഴേക്കിനെ എൻ്റെ അമ്മാവന്മാര് ശപിക്കാൻ തുടങ്ങി എന്നെ. അവരെ ഭാര്യമാരുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഗുണം പിടിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞ് അവരങ്ങ് പോയി. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. ചില മിനിറ്റുകൾ കഴിഞ്ഞാണ് എനിക്ക് വാസ്തവത്തിൽ ശ്വാസം തന്നെ കിട്ടിയത്. അന്ന് എനിക്ക് മൂത്രം ഒഴിക്കണം തോന്നി. മൂത്രം ഒഴിക്കാനായിട്ടിരുന്നു. പോയി. മൂത്രം വരുന്നില്ല. വാസ്തവത്തിൽ മൂത്രത്തിന് പകരം ഒരല്പം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കൂടുതൽ വരികയാണ്. ഒരു ടവലെടുത്ത് മുറുകെ കെട്ടി നേരെ പാസ്റ്റർ കൊണ്ടാക്കി ആ സ്ഥലത്ത് പോയി. അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അവിടെ 4 ദിവസം അവിടെ കിടന്നു. 4 ദിവസമായിട്ട് മൂത്രം ബ്ലഡ് കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ എന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ പറ്റുകയില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാൻ, ഞാൻ അങ്ങോട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 2-3 പേരെയും കൂട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ചെയ്തു. ചില ദിവസങ്ങളോളം അവിടെ കിടന്നു. യാതൊരു മാറ്റമില്ല. അപ്പോഴേക്കിന് എൻ്റെ അവസ്ഥകളെല്ലാം മാറ്റമുണ്ടായി. ക്ഷീണിതനായി. 2 പേര് അപ്പുറത്തെയും കയ്യിൽ താങ്ങി പിടിക്കണമായിരുന്നു. അല്ലാതെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുകയില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കുന്നൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അവരൊക്കെ പരിഹസിക്കാനും നിന്ദിക്കാനായിട്ട് ദൈവം മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിയായി. വീട്ടുകാരും നാട്ടുകാരെല്ലാം കൂടെ അടിച്ച് കുത്തി കോലത്തിലായി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനും നിന്ദിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കൂട്ടം ആൾക്കാർ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഇവന് അധികം കാലം ജീവിക്കുകയില്ല, അവസ്ഥ പോക്കാണെന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഉരുകാൻ തുടങ്ങി. ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, അടുത്ത ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്യാം, വീട്ടിൽ പോയിരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം, ഇത് സാവധാനം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ ഇട്ടു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാനെന്നറിയില്ല. 2 കാര്യം പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ജീവനെ നീ എടുക്കണം, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലുന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം നൽകണം. അനേകർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന മനുഷ്യന് ഒരൊറ്റ വാക്ക് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 12 വർഷക്കാലം രക്തസ്രാവമുള്ളതായ സ്ത്രീ കർത്താവിന്റെ വസ്ത്രം ഒന്ന് തൊട്ടപ്പോൾ ബാധ മാറി സ്വസ്ഥമായിരുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ പല രോഗങ്ങളെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ എനിക്ക് സൗഖ്യം തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇപ്പം എടുക്കണം. എത്ര സമയം പ്രാർത്ഥിച്ചെന്നറിയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുക. അപ്പോഴേക്കിനും ആൾക്കാരൊക്കെ കൂടി. ഇവന് നമുക്ക് മുസ്ലിം ആയിരുന്നു, അവൻ ക്രിസ്ത്യാനിയായി, ഇപ്പോൾ ഭ്രാന്തായി എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി, നിന്ദിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. ആ സമയങ്ങളിലെല്ലാം ദൈവം തൻ്റെ വചനം അയച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ചില മിനിറ്റ് ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഒരു നിഴൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നിഴലിനോട് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്, എവിടെ പോകണമെന്ന് എനിക്കറിയില്ല, വീട്ടിൽ ചെന്നാൽ അവരെന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാണ്, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, 2 പേരെന്നെ തൂക്കാതെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എഴുന്നേൽക്കാൻ പറഞ്ഞു. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല.
എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ അവിടെ കിടന്ന് ചാടി ദൈവത്തെ സ്തുതിപ്പാനായിട്ട് തുടങ്ങിയ ഒരു ഹോസ്പിറ്റലിലാണല്ലോ. അപ്പോഴേക്കിനും ഭയങ്കര ബഹളമായി. എന്താണെന്ന് ആർക്കും അറിയില്ല. കാരണം എന്നെ 2 പേര് തൂക്കിയെടുക്കാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഞാൻ അതാ ഹോസ്പിറ്റലിൽ കിടന്ന് ചാടി തുള്ളി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആൾക്കാരെല്ലാം ഓടിക്കൂടി, നേഴ്സുമാര് വന്നു, അപ്പോഴേക്കിനും ഡോക്ടർമാര് വന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എന്നെ ക്യാബിനിലോട്ട് കൊണ്ട് പരിശോധിച്ചപ്പോൾ ബ്ലഡൊക്കെ പൂർണ്ണമായിട്ട് മാറിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് എന്നോട് ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ തന്നെ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. ഡോക്ടർമാരും ക്രിസ്ത്യാനികളായിരുന്നു പല ആൾക്കാരും. അവൾ യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞോടുകൂടെ ഒരു രീതിയിലും ഇനി അവൻ ജീവിക്കയില്ല എന്ന് വിധി എഴുതിയതായ ഡോക്ടർക്ക് പോലും അത്ഭുതകരമായിരുന്നു എന്നുള്ളതാണ്. ദൈവം എന്നും സംരക്ഷിക്കുന്നു, രോഗസൗഖ്യം കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം എല്ലാവരും കൈവിട്ട സ്ഥാനത്ത്, ഡോക്ടർമാര് കൈവിട്ട സ്ഥാനത്ത്, വൈദ്യശാസ്ത്രം കൈവിട്ട സ്ഥാനത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോ എവിടെ പോകുമെന്നറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നാൽ നിന്റെ 2 കൈയും കാലും അടിച്ചൊടിച്ച് റൂമിലിട്ട് മരിക്കുന്നത് വരെ നിനക്ക് ചെലവിന് തരാൻ വീട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും എൻ്റെ അമ്മാവന്മാരും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ പോണം? കിടക്കാനൊന്നും എനിക്ക് ഇടമില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, പണ്ട് ബൈബിള് വായിച്ച ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നു. ഓടിപ്പോവുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഒരു കാര്യം മനസ്സിലായി, ഞാൻ വീട്ടിലോട്ട് പോകാതെ ഓടിപ്പോകാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ച് എവിടെ പോകണം എന്നിങ്ങനെ ഓർത്ത് ഞാൻ ഇരുന്നു. എൻ്റെ വേറൊരു അമ്മാവനുണ്ട് കൊടകില്. അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസി അല്ല എങ്കിലും അങ്ങനെ നേരെ കൊടകിലോട്ട് പോയി അവിടെ കുറെ കാലം താമസിച്ചപ്പോഴേ അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ഒത്തുകൂടി. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കിനും എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടതായ ജോലി തിരിച്ചു കിട്ടിയിരുന്നു. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അത് മാത്രം വേണ്ട, ഞാൻ കിട്ടുന്ന സമയങ്ങൾക്കൊക്കെ സുവിശേഷം പറഞ്ഞ് മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ ആയിരുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ വേലക്കായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. ആദ്യം തിരസ്കരിച്ചു. അങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഒരു വിരൽ എനിക്ക് പൂർണ്ണമായി നഷ്ടമായി. ഇവിടുന്ന് എൻ്റെ മെഷീനകത്ത് കുടുങ്ങുകയായിരുന്നു. പൂർണ്ണമായിട്ട് അത് ഒടിഞ്ഞങ്ങ് തൂങ്ങി. അതോടുകൂടെ തന്നെ ഞാൻ ജോലി രാജിവെച്ചു. ചില വർഷങ്ങളോളം തിയോളജി പഠിക്കുവാൻ, ദൈവശാസ്ത്രം പഠിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. തുടർന്ന് പ്രവർത്തനത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഇപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ അറിയാത്ത മുസ്ലിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. വലുവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ സത്യം തിരിച്ചറിയുവാൻ വലുവനായ ദൈവം തമ്പുരാൻ എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ നിങ്ങളെയും ദൈവം സത്യമാർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.